TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഇന്ന് രാവിലെ 10 മണിക്ക് അങ്കമാലിയിൽ. 2016 ജനുവരി 30 ശനി. CSI ഓഡിറ്റോറിയം, TB ജംഗ്ഷൻ, അങ്കമാലി. യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ. എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്. യേശുവിനോട് ചേർന്ന് ഒരു വലിയ യുദ്ധം നമുക്ക് ഈ ലോകത്ത് ചെയ്യുവാനുണ്ട്. പിശാച് നമ്മളെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ, ഏത് വിധേനയെങ്കിലും നമ്മെ തകർക്കുവാനായിട്ട് പിശാച് ഉറ്റ ശ്രമിക്കുമ്പോൾ അതിനെ എതിർത്ത് അതിനെ ജയിക്കുന്ന, പിശാചിനെ ജയിക്കുന്ന ഒരു രസകരമായ ജീവിതം കൂടിയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. പ്രിയപ്പെട്ടവരെ, ദൈവവചനം പറയുന്നുണ്ടല്ലോ, നമുക്കൊരു വലിയ പോരാട്ടമുണ്ട്. പോരാട്ടമെന്ന് പറഞ്ഞാൽ അത് ജഡരക്തങ്ങളോടല്ല, മറിച്ച് ആത്മീയമായ ഒരു യുദ്ധം. ആ യുദ്ധത്തെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയുന്നത്. ആ യുദ്ധം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഓരോരുത്തർക്കും പിശാചുമായിട്ടൊരു യുദ്ധമുണ്ട്. അവൻ നമ്മുടെ നിത്യശത്രുവാണ്. അവൻ നമ്മളെ തകർക്കുവാൻ, കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമായിട്ട് കള്ളൻ വരുന്നു. അങ്ങനെ നമ്മളെ മോഷ്ടിച്ച്, നമ്മുടെ സന്തോഷം മോഷ്ടിച്ച് കളയുവാൻ, നമ്മുടെ സമൃദ്ധി, സ്വത്ത്, വസ്തുവകകൾ ഒക്കെ മോഷ്ടിച്ച് കളയുവാൻ, നമ്മുടെ സമാധാനം കളയുവാൻ, നമ്മുടെ ജീവൻ ആരോഗ്യം നശിപ്പിച്ച് കളയുവാൻ, കൊല്ലുവാൻ, തകർക്കുവാൻ ഒക്കെ പിശാച് ശ്രമിക്കുകയാണ്. ആ ശ്രമത്തിൽ നമുക്കൊരു യുദ്ധം ആ പിശാചുമായിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ ഒരു പോര്, വിശ്വാസത്തിൻ്റെ ഒരു യുദ്ധം. യേശുവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട്, കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് ആ യുദ്ധം നമ്മൾ നയിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് ജയമുണ്ട്. ഇന്ന് ഈ വിശ്വാസത്തിൻ്റെ പോരാട്ടത്തെക്കുറിച്ച്, വിശ്വാസത്തിൻ്റെ പോരിനെക്കുറിച്ച്, നിത്യജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം പൊരുതുന്നതിനെക്കുറിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വചനം, ദൈവവചനത്തെ ആധാരമാക്കി കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദർ ഇന്ന് നമ്മളോടൊരു നല്ല സന്ദേശം അറിയിക്കുന്നുണ്ട്. ആ സന്ദേശം നമുക്ക് കേൾക്കാം. നിശ്ചയമായിട്ട് നിങ്ങൾക്കും അത് അനുഗ്രഹമായിരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ഈ സന്ദേശം കേൾക്കാം. God is going to establish you and me in such a manner that no one need to ask the name or address of the church. The glory will draw the people inside. ഇവിടെ ദൈവം സ്ഥാപിക്കുന്നത്, ഉറപ്പിക്കുന്നത്, നിങ്ങളെയും എന്നെയും ഉറപ്പിക്കുന്നത് ഒരു സഭയുടെ പേര് കേട്ടിട്ടല്ല. അവിടെ കടന്നു വരാനായിട്ട് ആൾക്കാർ ആ തേജസ് കണ്ട്, മഹത്വം കണ്ട് തന്നെ ഓടി വരുന്ന ഒരു അനുഭവം ഇവിടെ ഉണ്ടാകും. Let there be great expectation. വലിയ പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. Let there be great ushering. വലിയ ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. And let us all give ourselves to more prayer and being in the presence of the Lord. പ്രാർത്ഥനയ്ക്കും ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്നതിനുമായി നമ്മുടെ ജീവിതത്തെ കൂടുതൽ സമർപ്പിക്കണം. And I know one thing, the more you spend time with someone, you will have every attributes of him. ഒരു കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, നാം ആരുമായിട്ടാണ് ഏറ്റവും അധികമായി കൂടുതൽ ഇടപഴകുന്നത്, ആ വ്യക്തിയുടെ ഗുണഗണങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മിലേക്ക് പകരപ്പെടും. കുറ്റം പറയുന്നവരുടെ കൂടെ കൂടിയാൽ നമ്മളും കുറ്റം പറയുന്നവരായി തീരും. ഹല്ലേലൂയ. നുണ പറയുന്നവരുടെ കൂട്ടത്തിൽ നടന്നോ നുണ പറയാനുള്ള ശീലം നമുക്കാകും. എന്നാൽ രാജാധിരാജനും കർത്താവിന്റെ കൂട്ടത്തിൽ നടന്നാൽ ആ സ്വഭാവം മുഴുവൻ, ആ മനസ്സ് മുഴുവൻ നമുക്ക് ലഭിക്കും. Hallelujah. It is spending more and more time with him. കൂടുതൽ സമയം അവനുമായി ചെലവഴിക്കുക. It is, when I say this, it doesn't mean you have to be boring. ഇത് ഞാൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ ബോറടിക്കണമെന്നല്ല, വിരസത അനുഭവിക്കണമെന്നല്ല. Life in Christ is more thrilling and adventurous than any other way. ക്രിസ്തു യേശുവിനോട് കൂടെയുള്ള ജീവിതം എന്ന് പറയുന്നത് മറ്റെന്തിനേക്കാൾ വളരെ ഉത്സാഹമുണ്ടാക്കുന്നതും വളരെ രസകരവുമായിട്ടുള്ള കാര്യമത്രേ. One thing that we have to draw in our spirit, that he began this and he is going to end it gloriously. നമ്മുടെ ആത്മാവിൽ നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവൻ നമ്മളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചു, നിശ്ചയമായിട്ടും അവൻ അതിനെ തികയ്ക്കുകയും ചെയ്യും. Not only did he raise us up, he made us seated in heavenly places. അവൻ നമ്മെ ഉയർത്തുക മാത്രമല്ല, സ്വർഗ്ഗസ്ഥലങ്ങളിൽ നമ്മെ ഇരുത്തുകയും ചെയ്തു. And that is what we were hearing the last Sundays. അതുതന്നെയാണ് കഴിഞ്ഞ ഞായറാഴ്ചകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. That we have a fight
fight against not flesh and blood, but inside us in our mind. നമ്മുടെ ഉള്ളിൽ ഒരു പോരാട്ടമുണ്ട്. അത് ജഡരക്തങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടമല്ല, മറിച്ച് നമ്മുടെ മനസ്സിനുള്ളിൽ നടക്കുന്ന ഒരു പോരാട്ടമത്രേ. And that is fight. This is called a good fight. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു നല്ല പോരെന്ന് ഇതിന് പേര് വന്നത്. And that fight is established in the word of God. ആ പോരിനെ ദൈവവചനത്തിൽ വളരെ വ്യക്തമായി സ്ഥാപിച്ചിരിക്കുന്നു. We don't go by our feelings, we don't go by our circumstances, we purely go by the word of God. നമ്മുടെ അനുഭവങ്ങളെ ആശ്രയിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളെ അവസ്ഥകളെ കണ്ടോ അതിന്റെ പിറകെ അല്ല നമ്മൾ പോകുന്നത്. And that is called living in the light. അതിന്റെ അർത്ഥം നമ്മൾ വെളിച്ചത്തിൽ വസിക്കുക എന്നുള്ളത് അത്രേ. Living in light means the days of ignorance is gone, the day of blindness is gone. Now I can see, I understand where I am going. ആ വെളിച്ചത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അന്ധതയുടെ കാലം കഴിഞ്ഞുപോയി, അറിവില്ലായ്മയുടെ കാലം കഴിഞ്ഞുപോയി. ഇന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. That is why Jesus said like this. അതുകൊണ്ടാണ് യേശു ഇപ്രകാരം പറഞ്ഞത്. In John 18:12, യോഹന്നാൻ 18:12, I am the light of the world, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. and he who follows me will not walk in darkness, but will walk in the light of life. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ സഞ്ചരിക്കാതെ ജീവന്റെ വെളിച്ചത്തിൽ നടക്കുക തന്നെ ചെയ്യും. Hallelujah. Hallelujah. When I follow Jesus, ഞാൻ യേശുവിനെ അനുഗമിക്കുമ്പോൾ, meaning following his word, ഞാൻ അവന്റെ വചനത്തെ അത്ര അനുസരിക്കുന്നത്, establishing our life in his word, നമ്മുടെ ജീവിതത്തെ അവന്റെ വചനത്തിൽ ഉറപ്പിക്കുന്നു, understanding who we are in Christ, നാം ക്രിസ്തുവിൽ ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ജീവിതം. the summing up of the whole New Testament is who I am in Christ. പുതിയ നിയമം മുഴുവൻ ഒരു ചുരുക്കമാക്കി എടുത്താൽ ഞാൻ ക്രിസ്തുവിൽ ആരാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. I want to encourage you one thing. നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ ഉത്സാഹിപ്പിക്കുക. Let not our standard of life be according to what we are going through, but let our standard be elevated according to the word of നമ്മുടെ God. ജീവിതത്തിന്റെ നിലവാരം ഒരിക്കലും നാം എന്തിൽ കൂടെ കടന്നു പോകുന്നു എന്നുള്ളതിനെ അനുസരിച്ച് ആകരുത്, മറിച്ച് ദൈവവചനം നമ്മെ കുറിച്ച് എന്ത് പറയുന്നു എന്നതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം. Let the word of God become the standard of our life, ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിന്റെ നിലവാരത്തെ നിർണ്ണയിക്കട്ടെ. which means that high standard, that high expectation of Christ living inside of me. അതിന്റെ അർത്ഥം ഇതാണ്, ആ ഉന്നതമായ നിലവാരം അഥവാ ക്രിസ്തുവിന് എന്നെ കുറിച്ചുള്ള ഉന്നതമായ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം എന്റെ നിലവാരം വർദ്ധിച്ചു വരുന്നു. When Jesus walked on this earth, യേശു കർത്താവ് ഈ ഭൂമിയിൽ നടന്നപ്പോൾ, he was walking instead of you and me, showing what an ordinary human being filled with God can do. നിങ്ങൾക്കും എനിക്കും പകരമായിട്ട് അവൻ ഈ ഭൂമിയിൽ നടന്ന് ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. And the greatest advantage that Jesus had, യേശുവിനുണ്ടായിരുന്ന ഏറ്റവും വലിയ ആനുകൂല്യം ഇതായിരുന്നു, the biggest weapon he had, തന്റെ കയ്യിൽ ഒരു വലിയ ആയുധമുണ്ടായിരുന്നു. is the knowledge who he was. താൻ ആരാണെന്നുള്ള അറിവ് തന്നെയായിരുന്നു ആ ആയുധം. That is why every time things were happening, he would confess who he was. അതുകൊണ്ട് തന്നെ ഓരോ സാഹചര്യങ്ങളിലും കാര്യങ്ങൾ വരുമ്പോൾ യേശു കർത്താവ് താൻ ആരാണെന്നുള്ളത് ആ അവസ്ഥയെ നോക്കി വിളിച്ചു പറയും. He would always say like this, താൻ ഇപ്രകാരം ഇങ്ങനെ പറയുമായിരുന്നു, the one who sent me is always with me. എന്നെ അയച്ചവൻ എപ്പോഴും എൻ കൂടെയുണ്ട്. He has never left me alone. അവൻ എന്നെ ഒരു നാളും ഒറ്റയ്ക്കാക്കി പോയിട്ടില്ല. How many of you believe that he who sent you is with you? നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുന്നു നിങ്ങളെ അയച്ചവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്? He will never leave you or forsake you. അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന്. So he knew he came from the Father. താൻ പിതാവിങ്കൽ നിന്ന് വന്നു എന്ന് തനിക്ക് നന്നായിട്ട് അറിയാം. His mission was very clear, തന്റെ ദൗത്യം വളരെ വ്യക്തമാണ്. and there was no ignorance in anything regarding to what was in the world. ഈ ലോകത്തിന് എന്തൊക്കെയുണ്ടോ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യത്തിലും തനിക്ക് അജ്ഞതയില്ലായിരുന്നു. And whenever the devil would tempt him, he would say, devil, this is your standard, but I live by the standard of the word. പിശാച് എപ്പോഴൊക്കെ യേശുവിനെ പരീക്ഷിക്കുവാൻ പ്രലോഭിപ്പിക്കുവാൻ നോക്കിയപ്പോൾ യേശു അവനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, നിന്റെ നിലവാരം ഇത്രയും താഴ്ന്നതാ, എന്നാൽ എന്റെ നിലവാരം അങ്ങനെയല്ല, ദൈവവചനത്തിനൊത്തവണ്ണം അത്രേ. Make this stone into bread. ഓ ഈ കല്ലിനെ അപ്പമാക്കുക. Then you will declare you are son of God. അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനെന്ന് നീ വെളിപ്പെടുത്തുകയാണല്ലോ. Oh, did Jesus never went for that cheap trick? ആ തന്ത്രത്തിൽ, ആ വില കുറഞ്ഞ തന്ത്രത്തിൽ യേശു കർത്താവ് വീണു പോയില്ല. He said man shall not live by bread alone, യേശു പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, by every word that has proceeded from the Father's mouth.
mouth. പിതാവിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഓരോ വചനങ്ങൾ കൊണ്ട് മാത്രമേ മനുഷ്യൻ ജീവിക്കുന്നത്. I will live by the word. ഞാൻ വചനത്തെ അനുസരിച്ച് ജീവിക്കും. The word has everything that I need. എനിക്ക് വേണ്ടുന്നത് മുഴുവൻ ആ വചനത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. Never give up on circumstances. ഒരിക്കലും സാഹചര്യങ്ങൾക്ക് വീണു പോകരുത്. The spirit inside of us always reminds us we are children of God. നിങ്ങളുടെ ആ ഉള്ളിലുള്ള ആത്മാവ് എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കും നാം ദൈവത്തിന്റെ മക്കൾ തന്നെ. That is why we have to be sensitive to the Holy Spirit. അതുകൊണ്ടത്രേ നമ്മൾ പരിശുദ്ധാത്മാവിനോട് വളരെ സെൻസിറ്റീവ് ആകണമെന്ന് പറയുന്നത്. And here is what Jesus said. ഇവിടെ ഇതാ യേശു പറയുന്നു, He who walks with me will not walk in darkness. എന്റെ കൂടെ എന്നെ അനുഗമിക്കുന്നവൻ ഇനി ഒരിക്കലും ഇരുട്ടിൽ സഞ്ചരിക്കുന്നില്ല. And that is why the book of Thessalonican chapter 5, 1 Thessalonican chapter 5 and verse 5, the Bible says, അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം പറയുന്നു, you are sons of light, sons of day. We are not the night or darkness. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. We are sons of light. നാം വെളിച്ചത്തിന്റെ മക്കളാകുന്നു. Light denoting Jesus Christ. വെളിച്ചം എന്നത് യേശുവിനെ കുറിക്കുന്നു. Wherever we go, we are carriers of that glory of God. നാം എവിടെയെല്ലാം സഞ്ചരിച്ചാലും നാം ദൈവത്തിന്റെ തേജസ്സിനെ വഹിക്കുന്നവരായി പോകുന്നു. Never underestimate yourself. നിങ്ങളെക്കുറിച്ച് വില കുറഞ്ഞു കാണരുത്. I want to tell you very clearly. വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം. If you step your feet in a house that is destroyed, there will be creative miracles. Situations will change in that house. ഒരു തകർന്ന വീട്ടിലേക്ക് നിങ്ങളുടെ ഉള്ളം കാൽ നിങ്ങൾ ചവിട്ടുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. അവിടെ പുതുക്കി പണിയൽ സംഭവിക്കും. Many people hear the word but never understand what the word is talking about. അനേകർ ദൈവവചനം കേൾക്കുന്നു, പക്ഷേ വചനം എന്തു പറയുന്നു എന്നുള്ളത് അവർ ഗ്രഹിക്കുന്നതുമില്ല. We should recognize the Bible that you carry is not for someone else. This is the word that Jesus is speaking individually to you. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ കയ്യിലുള്ള വേദപുസ്തകം അത് മറ്റാരോട് സംസാരിക്കുവാൻ എഴുതപ്പെട്ടതല്ല. അത് നിങ്ങൾ ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിക്കുന്ന വചനങ്ങളത്രേ. When you open the Bible നിങ്ങൾ വേദപുസ്തകം തുറക്കുമ്പോൾ, to read the word, വചനം വായിക്കുമ്പോൾ, it should be as if Jesus standing in front of you and talking to you. യേശു നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് പോലെയാകണം. Hallelujah. ഹല്ലേലൂയ. എല്ലായിടത്തും ഇപ്പോഴും ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയമുണ്ട്. ഇത് വായിക്കുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമായിട്ട് വായിക്കരുത്. കർത്താവ് മുമ്പിൽ നിന്ന് നീ എവിടെ പോയാലും ജയമുണ്ടെന്ന് പറയുന്നത് പോലെ ആയി തീരണം. Hallelujah. ഹല്ലേലൂയ. We should feel, we should understand നാം മനസ്സിലാക്കണം, that God has accepted us. ദൈവം നമ്മളെ സ്വീകരിച്ചിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു. And because Jesus has accepted us, we are the favorites of God. യേശു കർത്താവ് നമ്മളെ അംഗീകരിച്ചതുകൊണ്ട് നമ്മൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞ കർത്താവിനാൽ ഞാൻ അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണ്. കർത്താവിനാൽ ഞാൻ അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണ്. നല്ലല്ലോ ഉറക്കെ പറഞ്ഞാൽ എന്നെ കർത്താവ് ഉള്ളതുപോലെ തന്നെ എന്നെ കർത്താവ് ഉള്ളതുപോലെ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. We should recognize the Bible that you carry is not for someone else. This is the word that Jesus is speaking individually to you. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ കയ്യിലുള്ള വേദപുസ്തകം അത് മറ്റാരോട് സംസാരിക്കുവാൻ എഴുതപ്പെട്ടതല്ല. അത് നിങ്ങൾ ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിക്കുന്ന വചനങ്ങളത്രേ. When you open the Bible നിങ്ങൾ വേദപുസ്തകം തുറക്കുമ്പോൾ, to read the word, വചനം വായിക്കുമ്പോൾ, it should be as if Jesus standing in front of you and talking to you. യേശു നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് പോലെയാകണം. Hallelujah. ഹല്ലേലൂയ. എല്ലായിടത്തും ഇപ്പോഴും ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയമുണ്ട്. ഇത് വായിക്കുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമായിട്ട് വായിക്കരുത്. കർത്താവ് മുമ്പിൽ നിന്ന് നീ എവിടെ പോയാലും ജയമുണ്ടെന്ന് പറയുന്നത് പോലെ ആയി തീരണം. Hallelujah. ഹല്ലേലൂയ. We should feel, we should understand നാം മനസ്സിലാക്കണം,
that God has accepted us. ദൈവം നമ്മളെ സ്വീകരിച്ചിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു. And because Jesus has accepted us, we are the favorites of God. യേശു കർത്താവ് നമ്മളെ അംഗീകരിച്ചതുകൊണ്ട് നമ്മൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞ കർത്താവിനാൽ ഞാൻ അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണ്. കർത്താവിനാൽ ഞാൻ അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണ്. നല്ലല്ലോ ഉറക്കെ പറഞ്ഞാൽ എന്നെ കർത്താവ് ഉള്ളതുപോലെ തന്നെ എന്നെ കർത്താവ് ഉള്ളതുപോലെ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, എന്നെ കർത്താവ് ഉള്ളതുപോലെ ഞാനായിരിക്കുന്നത് പോലെ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് സാജൻ ബ്രദറിനെ പോലെ വണ്ണയില്ല, അതിന് കർത്താവിന് പ്രശ്നമില്ല. വണ്ണം ഉണ്ടേലും ഇല്ലേലും ഉള്ളതുപോലെ തന്നെ അംഗീകരിച്ചു. God accepts me. ദൈവം എന്നെ അംഗീകരിക്കുന്നു. That is why in Colossians chapter 1 verse 12 the Bible says he made us accepted. കൊലോസ്യ ലേഖനം 1:12 ഇങ്ങനെ പറയുന്നു. Read it. വായിച്ചാട്ടെ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കി. പറഞ്ഞാട്ടെ, പ്രാപ്തരാക്കി. ഞാൻ സ്വയമേ പ്രാപ്തിയുള്ളവനല്ല, പിന്നെ എങ്ങനെയായി? പ്രാപ്തി തന്നു. എന്നെ പ്രാപ്തൻ ആക്കി. എന്തിന്? യോഗ്യത തന്നെന്ന്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ആരെങ്കിലും പറയാതെ അവനെ ഒന്ന് കണ്ടുപിടി, അന്ന് അന്നേക്കാളും നല്ലതാ, അയാളെ വിളിച്ച വിളി അതാ. Romans chapter 7 and verse 24. റോമാലേഖനം 7:24 Paul was being condemned. പൗലോസിന് കുറ്റബോധമുണ്ടായി. And he is saying, oh wretched man. താൻ പറയുക, ഞാൻ ഒരു അരിഷ്ട മനുഷ്യൻ. But then he says, തുടർന്ന് താൻ പറയുകയാണ്, who can save me? ആരെന്നെ രക്ഷിക്കും? Come on, read that word. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ ഒരു അരിഷ്ട മനുഷ്യൻ. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ആര് വിടുവിക്കും? ഏത് മതം വിടുവിക്കുന്നല്ല, ഏത് തത്വം വിടുവിക്കുന്നല്ല, ഏത് തത്വജ്ഞാനം, ഏത് ഫിലോസഫി വിടുവിക്കുന്നല്ല, ഏത് വഴി വിടുവിക്കുന്നല്ല, ഏത് വ്യക്തിക്ക് എന്നെ ഇതിനകത്ത് നിന്ന് വിടുവിക്കാൻ പറ്റുന്നത്? Hallelujah. Hallelujah. I want to tell you, empty philosophy cannot save us. പൊള്ളയായ വാക്കുകൾക്ക്, തത്വജ്ഞാനങ്ങൾക്ക് നമ്മെ രക്ഷിപ്പാൻ കഴിയില്ല. This wretched feeling, no religion can save us. ഈ അരിഷ്ട മനോഭാവത്തിൽ നിന്ന് ഒരു മതത്തിനും നമ്മെ രക്ഷിപ്പാൻ കഴിയില്ല. No political party can save ഒരു us. രാഷ്ട്രീയ പാർട്ടിക്കും നമ്മെ വിടുവിപ്പാൻ കഴിയില്ല. We need a person to save us. നമ്മെ രക്ഷിപ്പാൻ ഒരു വ്യക്തിയെ നമുക്ക് ആവശ്യമുണ്ട്. Who can understand us as mere human beings. ഓ കേവല മനുഷ്യനായ നമ്മെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരുവനെ നമ്മെ വിടുവിപ്പാൻ കഴിയും. എന്റെ ബലഹീനതകൾ എന്താന്ന് മുഴുവൻ ബലഹീനത ഉൾപ്പെടെ മനുഷ്യനായി എന്നെ അംഗീകരിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരുവനെ, ഒരു വ്യക്തിയെ എനിക്ക് വേണ്ടിയത്. വിടുവിപ്പാൻ ശക്തനും എന്റെ ബലഹീനതയെ മനസ്സിലാക്കുന്നവനും അത് മറ്റൊന്നും ആരുമില്ല, യേശു എന്ന് മാത്രം. No one else. മറ്റാർക്കും കഴിയില്ല. No one else. മറ്റാർക്കും ആവില്ല. That is why Paul says, thanks be to God. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. After he says, who can save me? ആരെന്നെ വിടുവിക്കുമെന്ന് താൻ പറഞ്ഞതിന് ശേഷം He says, താൻ പറയുകയാണ്, oh thanks be to God. എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. Because of Christ Jesus. ക്രിസ്തു യേശുവിനെ ചൊല്ലി Jesus became man. യേശു കർത്താവ് മനുഷ്യനായി He went through every challenges and temptation of man. ഒരു മനുഷ്യൻ നേരിടുന്ന എല്ലാ വെല്ലുവിളികളും പ്രലോഭനങ്ങളും യേശു കർത്താവ് അതിൽ കൂടെ He കടന്നുപോയി. went to every challenges that you can ever imagine. നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിന് അപ്പുറമായ വെല്ലുവിളികളിൽ കൂടെ താൻ കടന്നുപോയി. That is why when you pray, അതുകൊണ്ടത്രേ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ he knows what your heart is. അവൻ അറിയാം നിന്റെ ഹൃദയം എന്താണ്. When you are weak, നീ എവിടെ ബലഹീനനാകുന്നു he എന്ന് അവൻ knows അറിയാം. your weakness. നിന്റെ ബലഹീനതയെ അവൻ അറിയുന്നു. And he understands your prayer. നിന്റെ പ്രാർത്ഥന അവന് നന്നായി മനസ്സിലാകും. Let no sense of condemnation be inside of you. ഓ കുറ്റ
കുറ്റാരോപണത്തിന്റെ കുറ്റബോധത്തിന്റെ ഒരു ചിന്ത പോലും നിന്റെ ഉള്ളിൽ ഉണ്ടാവരുത്. Many Christians even today are walking in condemnation. ഇന്ന് അനേക ക്രിസ്ത്യാനികളും ആ കുറ്റബോധത്തിൽ കുറ്റാരോപണത്തിൽ കീഴെ നടക്കുന്നു. I am not worthy. എന്നെ കൊണ്ട് ഗുണമില്ല, I am not good. ഞാൻ നല്ലവനല്ല. Even after being saved, ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും I have heard many believers say like this. പല വിശ്വാസികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. I am not worthy. എനിക്ക് ഗുണമില്ല, I am not good enough. ഞാൻ നല്ലവനല്ല. But I have a good news for you. എന്നാൽ നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത ഞാൻ പറയാം. But God has justified. Let no man condemn. ദൈവം നീതീകരിച്ചവനെ ഒരു മനുഷ്യനും കുറ്റം വിധിക്കാൻ കഴിയില്ല. God has justified me ദൈവം എന്നെ നീതീകരിച്ചിരിക്കുന്നു. with his precious blood. അവന്റെ വിലയേറിയ രക്തത്താൽ Jesus has cleansed me യേശു എന്നെ കഴുകിയിരിക്കുന്നു. with his precious blood. അവന്റെ വിലയേറിയ രക്തത്താൽ I have no right to condemn myself. ഇനി എന്നെ കുറ്റം വിധിക്കുവാൻ എനിക്ക് അവകാശമില്ല. എനിക്ക് പോലും അവകാശമില്ല. എനിക്ക് പോലും അവകാശമില്ല. Hallelujah. ഹല്ലേലൂയ. That is why അതുകൊണ്ടത്രേ when you walk in the light, നിങ്ങൾ വെളിച്ചത്തിൽ സഞ്ചരിക്കുമ്പോൾ you have this understanding. ഈ ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. What is that understanding? എന്താണ് ആ ബോധ്യം? Is what Thessalonians says. അതാണ് തെസ്സലോനിക്ക ലേഖനം പറയുന്നത്. Hallelujah. ഹല്ലേലൂയ. 1 Thessalonians 5:5. 1 തെസ്സലോനിക്കർ 5:5. Hallelujah. ഹല്ലേലൂയ. Can you say God loves me as I am? ഒന്ന് പറയാമോ? ഞാൻ ആയിരിക്കുന്നത് പോലെ എന്നെ ദൈവം സ്നേഹിക്കുന്നു. എന്നെ പ്രാപ്തനാക്കി. എന്നെ ഞാൻ പ്രാപ്തനാക്കി. പ്രാപ്തിയായവനല്ല, എന്നെ പ്രാപ്തൻ ആക്കി. ഇംഗ്ലീഷിൽ പറയുന്നത് he made me acceptable. എന്നെ പ്രാപ്തനാക്കി. Hallelujah. ഹല്ലേലൂയ. ചില സ്ഥലത്ത് നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എഴുതി വെക്കും മിനിമം ക്വാളിഫിക്കേഷൻ SSLC. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മൾ ആ ജോലി സ്ഥാപനത്ത് നമുക്ക് ഇനി ജോലിക്ക് അപ്ലൈ ചെയ്യാൻ മേല, കാര്യം 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. മിനിമം ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്. എന്നാലൊന്ന് പോയി നോക്കിയേക്കാമെന്ന് വെച്ച് അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ കൂടെ 5ാം ക്ലാസ്സിൽ പഠിച്ച ആളാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. പത്താം ക്ലാസ്സുകാർക്ക് അങ്ങോട്ട് പ്രവേശനമേ ഇല്ല. പക്ഷെ ദൂരെ അവൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, വാ വാ വാ, നീ എന്നാ ഇവിടെ വന്ന്, എനിക്കൊരു ജോലി വേണം. നിനക്ക് ജോലി തന്നിരിക്കുക, പക്ഷെ 10ാം ക്ലാസ് അത് നാട്ടുകാർക്ക് വേണ്ടിയാ. നീ എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് ആ കൂട്ടുകാരൻ എന്നെ പ്രാപ്തനാക്കി. അടുത്തിരിക്കുന്ന ആളോട് വല്ലോരുടെയും വാക്ക് കേട്ട് ജീവിതത്തെ നടത്തരുത്. നമ്മൾ ഉയരത്തിൽ നിന്നും ജനിച്ചവരാണ്. Let us not walk by someone else's opinion. മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് നമ്മൾ ജീവിക്കേണ്ട. We are from above. നാം ഉയരത്തിൽ നിന്നുള്ളവർ. We are sons of light. നാം വെളിച്ചത്തിന്റെ മക്കളത്രേ. Hallelujah. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും ഒറ്റ വ്യക്തി പോലും ഒഴിയാതെ മുഴുവൻ പേര് സൗഖ്യമാകും. അതൊന്ന് വിശ്വസിച്ച് യേശുവിലൊന്ന് ആശ്രയിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമനപ്പെടുകയാണ്. കർത്താവേ, ഇന്ന് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സ്കോളിയോസിസിനെ രോഗത്തെ ഞാൻ ശാസിച്ച് പുറത്താക്കുന്നു. ഇപ്പോൾ തന്നെ ആ വളഞ്ഞ നട്ടെല്ലുകൾ നിവർന്നു വരട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. എൻ്റെ കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിലേറ്റ അടിപ്പിണരുകളാലുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ അവരുടെ മേൽ വരട്ടെ. നട്ടൽ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളും അസ്വസ്ഥതകളും വിട്ടുമാറട്ടെ. പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. വളഞ്ഞ അസ്ഥികൾ നിവർന്നു വരട്ടെ. സന്ധികളിൽ കാൽമുട്ടുകളിൽ സർജറി ചെയ്ത് പ്രയാസം അനുഭവിക്കുന്നവർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അവരുടെ ശരീരത്തിൽ വെച്ചിരിക്കുന്ന ആ ഇരുമ്പ് ഘടകങ്ങൾ, ഇരുമ്പ് പാർട്സൊക്കെ ഉണ്ട്, അതൊക്കെ ശരീരത്തോട് അലിഞ്ഞു ചേരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ മടക്കാൻ വയ്യാത്ത കാൽമുട്ടുകൾ മടങ്ങി വരട്ടെ യേശുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ അത്ഭുതകരം ഇപ്പോൾ തന്നെ മക്കളെ തൊട്ടിരിക്കാൻ യേശുവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളെ സ്പർശിക്കുന്നതിനായി നന്ദി. ഹൃദയത്തിലെ ഭാരം മാറട്ടെ, മരണഭയം മാറിപ്പോകട്ടെ. എന്നെക്കൊണ്ട് കൊള്ളത്തില്ല, ഞാൻ പ്രയോജനമില്ലാത്തവനെന്നുള്ള ചിന്താഗതി മാറിപ്പോകട്ടെ. മരിക്കുന്നതാണ് നിനക്ക് നല്ലതെന്ന് പിശാച് അവരോട് പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ ഭയം മാറിപ്പോകട്ടെ, മരണഭയം മാറട്ടെ. ഭയത്തെ യേശുവിൻ നാമത്തിൽ ഞാൻ ശാസിച്ച് പുറത്താക്കുന്നു. പൂർണ്ണ സൗഖ്യം യേശുവിൻ നാമത്തിൽ ഈ ജനത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ. വിടുതലുണ്ടാകട്ടെ. സാമ്പത്തികമായി തകർച്ചകൾ മാറട്ടെ, കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറട്ടെ,
സമാധാനം സന്തോഷം ഭവനത്തിലുണ്ടാകട്ടെ. മദ്യപാന ആസക്തി വിട്ടുമാറട്ടെ. മയക്കുമരുന്നിൻ്റെ ആസക്തികൾ വിട്ടുമാറട്ടെ. കുഞ്ഞുങ്ങളുടെ മേൽ, തലമുറയുടെ മേൽ ഉള്ള ആ പൈശാചിക സ്വാധീനങ്ങൾ യേശുവിൻ നാമത്തിൽ ഞാൻ ശാസിച്ച് അഴിക്കുന്നു. ഇപ്പോൾ തന്നെ മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു മാറുവാൻ കൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. കർത്താവേ നന്ദി, അങ്ങ് ദാനമായി തന്ന അധികാരത്തിനായി നന്ദി. ആ അധികാരം ഇന്ന് അത്ഭുതങ്ങളെ ചെയ്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അത്ഭുത വിടുതലുകൾക്കായി സ്തോത്രം. എല്ലാം എൻ്റെ യേശുവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടേണ്ടതിനായി തന്നെ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയോ? എനിക്ക് നന്നായിട്ടറിയാം, ആ സ്കോളിയോസിസ് രോഗിയുടെ നട്ടലിങ്ങനെ നിവർന്നു വരുന്നത് ഞാൻ എൻ്റെ ആത്മാവിൽ കണ്ടു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഇതേ ചാനലിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും കൃപയിൽ സൂക്ഷിക്കട്ടെ. ഞാൻ നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഇന്ന് രാവിലെ 10 മണിക്ക് അങ്കമാലിയിൽ. 2016 ജനുവരി 30 ശനി. CSI ഓഡിറ്റോറിയം, TB ജംഗ്ഷൻ, അങ്കമാലി. प्रेम का सागर है तू, चांदी का राजकुमार है तू। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति।